ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രീ ഫയറിലേക്ക് WWE ഈവന്റ് അഥവാ AAA കൊളാബറേഷൻ നടത്തിയിട്ട് ഫ്രീ ഫയറിലേക്ക് ഒരു ഈവന്റ് വരാൻ പോകുന്നുണ്ട്. ആ ഈവന്റിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ബണ്ടിൽസും ഗ്ലൂവാളുടെ സ്കിന്നും പിന്നെ ഗ്രാനൈഡിന്റെ സ്കിന്നും പിന്നെ നമുക്ക് എല്ലാവർക്കും ഇമോട്ടുകൾ കാണാൻ സാധിക്കും. ഈവന്റിന്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് മാസമായിട്ട് 2 ഇമോട്ടുകൾ കാണാൻ സാധിക്കും. അതായത് WWE ടൈപ്പുള്ള ഇമോട്ടുകൾ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. എന്തായാലും ഗ്ലോബൽ കൊളാബറേഷൻ ഈവന്റ് ആണ്, അതായത് എല്ലാ സെർവറിലേക്കും ഈവന്റ് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പെഷ്യലി ഇന്ത്യൻ സെർവറിലേക്കും AAA ഈവന്റ് വരുന്നുണ്ട്. ഈവന്റിലെ ഒരുപാട് റിവാർഡ്സുകൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എന്നാലും ഈ റിവാർഡ്സ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയറിലേക്ക് കാണാൻ സാധിക്കും. AAA എന്ന് പറഞ്ഞിട്ടുള്ള ഈവന്റിൽ WWE ടൈപ്പിലുള്ള 2 ഇമോട്ടുകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഈവന്റിലൂടെ. അതിൽ നമുക്ക് ഒരു ഇമോട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ലൈക്ക് നമുക്ക് എല്ലാവർക്കും BTSന്റെ ബണ്ടിൽ ലഭിച്ച പോലെ ഒരു ഈവന്റിലൂടെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇമോട്ടും ലഭിക്കും എന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ WWEയുടെ വലിയ ഫാനാണ്. ഈവന്റുകൾ എന്തായാലും ഫ്രീ ഫയർ വരാൻ പോകുന്നത് കുറച്ചും കൂടി ഒന്ന് മാസമാവാൻ പോവുകയാണ്. BTSന്റെ ഈവന്റ് ഇഷ്ടമല്ലാത്ത പ്ലേയേഴ്സിനൊക്കെ സീനൊന്നുമില്ല. ഈ WWE ഇഷ്ടമുള്ള പ്ലേയേഴ്സ് ഉണ്ടാവും, അവർക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരുപാട് മാസ ഐറ്റംസ് ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ പ്രോബ്ലം, ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല, മറ്റു തുടങ്ങിയ ഒരുപാട് ഇഷ്യൂസുകൾ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പ്ലേയേഴ്സ് ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ട് കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കാം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഫ്രീ ഫയർ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗരീനയുടെ FF സപ്പോർട്ടഡ് ഗരീന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേജ് കാണാൻ സാധിക്കും. ഫ്രീ ഫയറിന്റെ ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കാനായിട്ട് ഫ്രീ ഫയർ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു വെബ്സൈറ്റ് ആണത്. സോ നമുക്ക് എല്ലാവർക്കും ഇവിടെ ലോഗിൻ ചെയ്യാം. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഫ്രീ ഫയർ ആണെങ്കിൽ ഫ്രീ ഫയർ, അല്ലെങ്കിൽ ഫ്രീ ഫയർ മാക്സ് ആണെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ ഫ്രണ്ട്സ്, താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇഷ്യൂ നമ്മുടെ ഐഡിയ കാണാൻ സാധിക്കും. ദെൻ ഗൈസ്, നമുക്ക് എന്താണ് ഇഷ്യൂ നമ്മളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ ആണോ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഇഷ്യൂ ആണോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു വലിയ ബോക്സ് നമ്മുടെ കംപ്ലയിൻറ്റ് എന്താണ് ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്യൂ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ അറ്റാച്ച് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇഷ്യൂ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെൻഡ് ചെയ്യാം പ്രൂഫായിട്ട്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സെൻഡും ചെയ്യാം, സബ്മിറ്റും കൊടുക്കാം. ആ ഇഷ്യൂ എന്തുകൊണ്ടാണ് വന്നത്, എന്താണ് അവരുടെ അഭിപ്രായം, ഇനി എങ്ങനെ സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീ ഫയർ ഉടനെ നമുക്ക് എല്ലാവർക്കും ഇമെയിൽ അയക്കുന്നതായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ഇഷ്യൂസിന് ഒരു പരിഹാരമാവട്ടെ. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.